ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനകത്ത് നമ്മൾ മാവ് കുഴക്കോ അതുപോലെ മസാല വഴറ്റിയിട്ടൊന്നും ചെയ്യുന്ന റെസിപ്പിയല്ല, കുറച്ച് എളുപ്പപ്പണിയിൽ ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 പീസ് ചിക്കനെ എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയ പീസ്, നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടാണുള്ളത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. വളരെ കുറച്ച് ഒരു 2 നുള്ളു മാത്രം ഗരം മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ തൈര് ലെമൺ ജ്യൂസ് അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ മസാലക്കൂട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനൊരു 10 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള ഒരു കാരണം, നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ നെയ്യുടെയും ഫ്ലേവറിൽ കിടന്നിട്ട് ഇത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട എന്നൊക്കെ ആണെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു സൈഡ് നല്ല പാകമായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിനകത്ത് ഒരു പാത്രത്തിനകത്തോട്ടേക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഞാനിപ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, അതൊരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഈ ഒരു 3 പീസായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ആ ഒരു ലെവൽ ചെയ്ത് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലൊക്കെ വാങ്ങുന്ന വൈറ്റ് ബ്രെഡ് ചില സമയത്ത് പരത്തിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് വളരെ കുറച്ച് മാത്രം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പൊടിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി കഴിയും. മിക്കവരും പറയാറുണ്ട് ചില ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ പരത്തിയെടുക്കും, നമുക്ക് അതുപോലെ ചെയ്തെടുക്കാൻ കഴിയുന്നില്ലത്. കുറച്ച് വെള്ളം നനച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് അല്ല ഇതിൻ്റെ ബേസിൽ ചേർക്കുന്നത്, ചില്ലി സോസും അതുപോലെ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വറ്റൽമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചില്ലി ഫ്ലേക്സ് ചില്ലി സോസും കൂടി നന്നായിട്ട് ബ്രെഡിൻ്റെ ബേസിൽ നന്നായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് അധികം എരിവ് വേണ്ട എന്നൊക്കെ ആണെങ്കിൽ ഇതിന് പകരം ഒന്നുകിൽ നിങ്ങൾക്ക് മയണൈസ് വെച്ചിട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ടൊമാറ്റോ സോസ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ചിക്കനും ചീസും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ടൊമാറ്റോ സോസും മയണൈസും എന്നുള്ളൊരു കോമ്പിനേഷനിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബേസിൽ ചില്ലി സോസ് ചേർത്തും ഇപ്പോൾ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്തു. എന്നിട്ട് ജസ്റ്റ് കയ്യിൽ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളം നനച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോഴാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് നല്ല എളുപ്പത്തിലൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ജസ്റ്റ് ഇനി കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് ഒട്ടി നല്ല രീതിയിൽ അങ്ങ് റെഡിയായി കിട്ടിക്കോളും. ഞാൻ മുഴുവനൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കവർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആ 3 പീസസ് ആയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു 3 ബ്രെഡ് മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് 3 സെറ്റ് മാത്രമല്ല റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മുട്ട ധാരാളമാണ്. ഒരു മുട്ട നന്നായിട്ടൊന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമില്ല കോൺഫ്ലേക്സ് ആണ്. ഇപ്പോൾ ചെറിയൊരു പാക്കറ്റ് കോൺഫ്ലേക്സ് മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ റസ്ക് പൊടിച്ചത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സിനകത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ മുട്ടയുടെ മിക്സ് എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തിട്ട്
നമ്മുടെ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ മിക്സിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും, മുട്ടയുടെ മിക്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റസ്ക് പൊടിയാണെങ്കിൽ റസ്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് 4 സൈഡ് അതിൻ്റെ എല്ലാ സൈഡിലോട്ടേക്കും എത്തുന്ന രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള 2 പീസസ് കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സെറ്റും ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏത് ഓയിലും ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കാരണം ഇതിനകത്ത് ചിക്കനും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണയിലോട്ടേക്ക് ചേർത്തിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞു വരും. ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ ഞാനൊരു ഇത്തിരി കൂടി കളറാകുന്ന രീതിയിൽ ഒരു പീസ് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുകൾ ഭാഗത്തിലെ ഒരു ടെക്സ്റ്റ് ശരിക്കും ആ കോൺഫ്ലെക്സിൻ്റെയൊക്കെ മിക്സ് ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തത് കൂടി നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഴുവൻ സ്നാക്കും ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയുക, ചിക്കനും ചീസും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷനും ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നെയ്യിലൊക്കെ മൂപ്പിച്ചിട്ടല്ലേ ചിക്കൻ ഫ്രൈ ചെയ്തത്, അതിൻ്റെയും ചീസിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ മുറിച്ചിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.